ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുസ്മി ആദം. ഇന്ന് നമ്മൾ ജബൽപൂരിലെത്തിയിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ്. ഇന്നാണ് ഹൽദിയും മെഹന്തിയും രണ്ടും ഒരേ ദിവസം തന്നെയാണ് നടത്തുന്നത്. ഫങ്ഷൻ ഒരു ഈവനിങ് തൊട്ട് നൈറ്റ് വരെയുള്ള സമയത്താണ് കേട്ടോ ഫങ്ഷൻസ്. ഇപ്പോൾ ആ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും എൻട്രിയാണ്. എൻട്രി സമയത്ത് എല്ലാവരും റോസ് പെറ്റൽസൊക്കെ എറിഞ്ഞ് പെണ്ണിനെയും ചെക്കനെയും വെൽക്കം ചെയ്യുകയാണ്. അടിപൊളിയാണ് കേട്ടോ. അവിടുത്തെ ഫങ്ഷൻസ് എല്ലാം തന്നെ അടിപൊളിയാണ്. ഹൽദി കുറച്ചും കൂടെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ ആ പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച് ചെക്കനും പെണ്ണും വന്നുകൊണ്ടിരിക്കുകയാണ്. ചെക്കൻ്റെയും പെണ്ണിൻ്റെയും റിലേറ്റീവ്സ് എല്ലാം കൂടെ ചെക്കനെയും പെണ്ണിനെയും വെൽക്കം ചെയ്യുകയാണ്. ഇത് പിന്നെ ചെക്കൻ്റെ ഫ്രണ്ട്സാണ്. എല്ലാവരും ഉണ്ടായിരുന്നു. അടിപൊളി ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു. അങ്ങനെ അവർ ഡാൻസൊക്കെ കളിച്ചത് ആ സ്റ്റേജിലേക്ക് കയറിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ചെറുക്കൻ്റെ റിലേറ്റീവ്സ് പെണ്ണിന് കുറച്ച് ഗിഫ്റ്റ്സൊക്കെ കൊടുക്കുന്ന ഇതാണ് പയ്യൻ്റെ മൂത്ത ബ്രദർ. അതിനുശേഷം പയ്യൻ്റെ ഉമ്മയും ബ്രദറിൻ്റെ വൈഫും കൊടുത്തതിന് ശേഷം മെഹദുമും കൊടുത്തു. പിന്നെ മെഹദവും കൊടുത്ത് ഇറങ്ങിയപ്പോഴാണ് പിന്നെ ഞാനും ഗിഫ്റ്റൊക്കെ കൊടുത്തു. എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്ത് കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷമാണ് ഇറങ്ങി വന്നത്. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. ഉമ്മായും വാപ്പായും മോനും ഞാനും എല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സ്റ്റേജിലോട്ട് കയറിയത്. ഇതിലോട്ട് കയറിയപ്പോൾ അവർ കുറച്ച് നേരം സംസാരിക്കുന്നൊക്കെ പറയുന്നുണ്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയതാണ്. അതൊക്കെ കഴിഞ്ഞ് ഇത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ ഹൽദി പരിപാടി. ഹൽദി കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം നമുക്ക് ഡ്രസ്സിങ്ങിനായിട്ടുള്ള ടൈം ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ മെഹന്തിക്ക് വേണ്ടിയിട്ട് റെഡിയായി. ഇതാണ് എൻ്റെയും മോൻ്റെയും മെഹന്തി ഔട്ട്ഫിറ്റ്. നമുക്കൊരു ബോട്ടിൽ ഗ്രീൻ കളറാണ് മെഹന്തി ഔട്ട്ഫിറ്റ് പറഞ്ഞിരുന്നത്. അതിനുശേഷം അവിടെ തന്നെ മെഹന്തി ഇടുന്ന ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അവരെത്ര പെട്ടെന്ന് മെഹന്തി ഇട്ടിരുന്നതെന്ന് നോക്കിയേ. നമ്മളൊക്കെ എന്തോരം ടൈം എടുത്തിടുന്നതാണ്. അവർ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് കേട്ടോ ഇടുന്നത്. ഡിസൈൻസൊക്കെ അവർ ഭയങ്കര ഈസി ആയിട്ടാണ് നമുക്ക് ഇട്ട് തരുന്നത്. ഒരുപാട് ടൈമൊന്നും പോയിട്ടില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് അവർ ഇട്ട് തന്നു. ഞാനിട്ടതിന് ശേഷം പിന്നെ ഉമ്മായും മെഹന്തി ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഉമ്മായും മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ മോൻ നോക്കിക്കൊണ്ടിരിക്കുക. ഒരു കയ്യിലേ ഇടുന്നുള്ളൂ, രണ്ട് കയ്യിലിടുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പിന്നെ അതിന് ശേഷം ഉമ്മ സ്റ്റേജിൽ കയറി ചെക്കനും പെണ്ണിനും മെഹന്തിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ വാപ്പ കയറി ഇട്ടു. ഞാനും വാപ്പായും ഞങ്ങളെല്ലാവരും കയറി മെഹന്തി ഇട്ടു. ഫാമിലിയിലുള്ള എല്ലാവരും. അങ്ങനെ ഒരു ചടങ്ങ് നമുക്കുണ്ടല്ലോ. അങ്ങനെ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അപ്പം ഞാൻ ഇങ്ങോട്ട് നിന്നപ്പോൾ അവർ പറയായിരുന്നു ഫോട്ടോയിലും വീഡിയോയിലും കിട്ടുന്നില്ല, കുറച്ചും കൂടെ നീങ്ങി നിൽക്കാനെന്ന്. അങ്ങനെ പിന്നെ ഞാൻ നീങ്ങി നിന്ന് അവർക്ക് മെഹന്തിയൊക്കെ ഇട്ട് കൊടുത്തു. അതിന് ശേഷം വാപ്പ കയറി മോനെ കൊണ്ട് ഇടിയിപ്പിക്കുകയാണ്. മോൻ ഇടാൻ എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇടത്തില്ലേ എന്നൊക്കെ. എന്നിട്ട് പിന്നെ വാപ്പ പിടിച്ചെന്തായാലും മോനെ കൊണ്ടും ഇടിയിപ്പിച്ചു. അങ്ങനെ മോൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ വാപ്പായും കയറി മെഹന്തിയൊക്കെ ഇട്ടു. ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ പാട്ടിട്ടപ്പോഴത്തേക്ക് എല്ലാവരുടെയും ഡാൻസ് ആയിരുന്നു. ചെക്കൻ്റെയും പെണ്ണിൻ്റെയും എല്ലാം ഫാമിലി ഉണ്ടായിരുന്നു. ഇതാണ് പെണ്ണിൻ്റെ വാപ്പ പെണ്ണിൻ്റെ അടുത്ത് നിന്ന് കളിക്കുന്നത്. അപ്പം എല്ലാവരുടെയും ഡാൻസ് ഉണ്ടായിരുന്നു. കുറേ നേരം പിന്നെ നമ്മൾ അതൊക്കെ കണ്ട് ഒരു 12 മണിയോട് കൂടിയിട്ടാണ് ഫങ്ഷൻസ് എല്ലാം കഴിഞ്ഞത്. മൊത്തത്തിലൊരു അടിപൊളി രസമുള്ള ഫങ്ഷനായിരുന്നു. ഇതൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.